ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇപ്പം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എല്ലാ ദിവസവും നല്ല മഴയാണ് കേട്ടോ. ഇന്നും രാവിലെ നല്ല മഴയായിരുന്നു. ഞാനങ്ങനെ മുറ്റത്തൂടെയൊക്കെ നടന്നപ്പോഴാണ് കിട്ടിയത് 2-3 ഫാഷൻ ഫ്രൂട്ട്സ് കിട്ടി. ഫാഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു മാവിനകത്തോട്ട് പടത്തി വിട്ടിട്ടുണ്ട്. തന്നെത്താനെ കിളിച്ച് വന്നതാണ്. അത് പിന്നെ അങ്ങ് പടർന്ന് തൊട്ടടുത്ത് നിന്ന് മാവിലോട്ട് കയറി. ഇപ്പം മാവിൻ്റെ ഇല പോലും കാണാൻ വയ്യാതെ ഫാഷൻ ഫ്രൂട്ട് കയറി അങ്ങ് ഇതായിട്ട് അതിനകത്ത് നിറച്ച് ഫാഷൻ ഫ്രൂട്ട് പിടിച്ച് കിടപ്പുണ്ട്. പക്ഷേ ഇപ്പം മഴയായതുകൊണ്ട് അത് നന്നായിട്ട് ഇതാവുന്നില്ല. അതിൻ്റെ ആ പച്ച കളറ് മാറി നല്ല റെഡ് കളറ് വന്നാലേ നല്ല മധുരം കാണത്തുള്ളൂ. എന്നാലും നമുക്ക് ജ്യൂസൊക്കെ അടിക്കാമെന്ന് കരുതി ഞാൻ പറക്കിക്കൊണ്ട് വന്നതാണ്. ഒരു 2-3 കിട്ടി. ഇത് പിന്നെ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളാണ്, ബ്ലാക്കിയും മറ്റേ വൈറ്റ് പൂച്ച. ബ്ലാക്കിന്ന് ഞങ്ങൾ പേരിട്ടുണ്ട്, മറ്റേതിന് കുഞ്ഞി പൂച്ചയെന്നാണ് വിളിക്കുന്നത്. പക്ഷേ അത് ഇവിടുത്തെ ഈ ബ്ലാക്കി പ്രസവിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിന് മീനൊക്കെ കണ്ടിച്ചതിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ട് കൊടുത്തതാണ്. അതിങ്ങനെ മുകളിൽ കയറിയിരുന്നേ കഴിക്കുള്ളൂ. താഴെ നമ്മുടെ മാർക്കോ ഓടിക്കുന്ന കാരണം പേടിച്ചിട്ട് അതിൻ്റെ മുകളിലിരുന്നാണ് കഴിക്കുന്നത്. പിന്നെ അതുപോലെ മീൻ കറി, പിന്നെ നമുക്ക് എന്തെങ്കിലും കറി വെക്കണമെന്നുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു അടുത്ത പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ചുമന്ന മീനുണ്ടല്ലോ, അതാണ് കിട്ടിയത്. ചെമ്പല്ലിക്കോരയെന്നാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ പറയുന്നത്. പല നാട്ടിലും പല ഇതായിരിക്കും പറയുന്നത്. എന്തായാലും ഞാനത് തേങ്ങ അരച്ചാണ് വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അത് മുളക് പുളി കറി വെച്ചാലും നല്ലതാണ്. പക്ഷെ ഞാൻ ഇന്ന് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇപ്പം ഈ ട്രോളിംഗ് നിരോധനമൊക്കെ വന്നതുകൊണ്ട് മീനൊക്കെ വില കൂടുതലാണെങ്കിലും നല്ല മീൻ കിട്ടുന്നുണ്ട്. അങ്ങനെ അത് കറിയൊക്കെ വെച്ചു. പിന്നെ കുറച്ച് ചക്ക ഒരു ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചക്ക. ആ ചക്കയുടെ ബാക്കി കുറച്ച് ചക്ക ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതെടുത്ത് അതും കൂടെ ഒക്കെ കറി വെക്കുകയാണ്. അല്ലാതെ എല്ലാ ദിവസവും ചക്കയാണെന്ന് വിചാരിക്കില്ല കേട്ടോ. ഇന്ന് അങ്ങനെ കുറച്ച് ചക്ക ഇരുന്നതാണ് ഇന്നത്തെ കറി. അങ്ങനെ ചക്കയും മീൻകറിയൊക്കെയാണ് വെക്കുന്നത്. എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ സ്ത്രീകൾ, വീട്ടമ്മമാർക്ക് ഇത് തന്നെയല്ലേ ജോലി. എന്താ കറി വെക്കുന്നത്, നാളെ രാവിലത്തേക്ക് എന്താണ് ഉണ്ടാക്കേണ്ടത്, ഇങ്ങനെ പല പല ചിന്തകളിലൂടെയാണ് ഓരോ ദിവസവും കടന്നു പോകുന്നത്. പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിൽ നിന്നൊക്കെ കുറച്ച് മോചനം ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളെപ്പോലെയുള്ള ഞങ്ങളുടെ തലമുറ വരെയൊക്കെ ഇങ്ങനത്തെ കറികളെക്കുറിച്ചും വീട്ടിലുള്ള ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ചുള്ള കറി വെക്കുന്നതും ഒക്കെ ഉള്ളൂ. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യവും അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടി അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനും ഒക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യമൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട്. അതുപോലെ വീട്ടിലും അങ്ങനെ വലിയ കർശന നിയന്ത്രണത്തോടെ ആഹാരം കഴിക്കുന്ന ആണുങ്ങളും ഒക്കെ കുറവാണ്. ഇത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ആഹാരമൊന്നും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കും, അത് വേണമെങ്കിൽ അവരും കൂടെ കഴിക്കും, അല്ലെങ്കിൽ ആ കുട്ടികളും കൂടെ സഹായിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ച് എല്ലാം കൊണ്ടും ഒരു സന്തോഷമുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ എല്ലാവരും ജോലിക്ക് പോകുന്ന കുട്ടികളാണല്ലോ, അതിൽ വീട്ടമ്മമാരായിട്ടിരിക്കുന്നവരൊക്കെ അപൂർവമായിട്ടാണ്. എല്ലാവരും ഓരോ ജോലികൾക്കൊക്കെ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് അവരുടെ ജോലിയുടെ അനുസരിച്ച് എഴുന്നേൽക്കാനും അതുപോലെ അവർക്ക് അവരെ കൊണ്ട് ഒക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ പാകം ചെയ്ത് വെക്കാനൊക്കെ പറ്റുന്നുള്ളൂ. അത് എല്ലാവരും ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. അത് അനുസരിച്ച് എല്ലാവരും കഴിക്കാൻ പറ്റുന്ന ആൺകുട്ടികളും ഒക്കെയാണ്. അങ്ങനെ വലിയ നിയന്ത്രണങ്ങളും ഭയങ്കര സ്ട്രിക്റ്റ് ആഹാരവും പിന്നെ അതുപോലെ രുചികരമായ ഫുഡുകളും ഒന്നും ഇപ്പോൾ അങ്ങനെ വലുതായിട്ട് ഉള്ള കുട്ടികൾക്ക് നമ്മുടെ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലെ ഡെയിലി എന്തെങ്കിലും ഓരോരോ ഫുഡുകൾ നല്ല ടേസ്റ്റുള്ളത് വേണം, അതുപോലെ തന്നെ വെറൈറ്റി വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് കുറച്ച് നെത്തോലിയാണ് കേട്ടോ. കുറച്ച് അതിൻ്റെ കൂടെ വാങ്ങിയ നെത്തോലിയാണ്. അത് ഞാൻ കുറച്ചെടുത്ത് വറുത്തു, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നാളത്തേക്ക് നെത്തോലി തോരനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ഉച്ചയ്ക്ക് കൊണ്ടുള്ള വിഭവങ്ങളൊക്കെ അങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മഴയുണ്ടെങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ. ഞാനങ്ങനെ മുടിയൊക്കെ പൊക്കി കെട്ടിയൊക്കെ നിന്ന് ചെയ്യുകയാണ്. പിന്നെ എല്ലാ കറികളും ഓരോരോ ടേസ്റ്റാണെങ്കിലും നല്ല നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ ഇരുന്ന് ചെയ്യുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടെ ഒരാളുണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടെ എളുപ്പമാണ്. പാത്രം കഴുകാനും അതുപോലെ ഈ അടുക്കള വൃത്തിയാക്കുന്നതും ഒക്കെയാണ് ഏറ്റവും വലിയ പാട്. നമുക്ക് കറിയൊക്കെ എങ്ങനെയും വെക്കാം, പിന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഏറ്റവും കൂടുതൽ പാട് പാത്രം കഴുകുന്നതാണ്. അതും കൂടെ കഴിഞ്ഞ് പിന്നെ അടുക്കളയും വൃത്തിയാക്കി വരുമ്പോഴത്തേനും നമ്മളൊക്കെ തളർന്ന് ക്ഷീണിക്കും. പിന്നെ ഡെയിലി ഇത് തന്നെ ചെയ്ത് ഒരു മടുപ്പാവുകയും ചെയ്യും. പിന്നെ ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.
എൻ്റെ വർത്തമാനങ്ങളൊക്കെ കേട്ട് നിങ്ങൾ ബോറടിച്ച് കാണുമെന്ന് കരുതുന്നു. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു